UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വിവാദങ്ങൾ. തമിഴ്നാട്ടിൽ വിജയ് സ്റ്റൈലിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ആദ്യം ഗവർണർ തള്ളി. പിന്നീട് മുഴുവൻ നേതാക്കളെയും വേദിയിൽ ഇരുത്തണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ഗവർണർ അംഗീകരിച്ചു. തമിഴ്നാട്ടിലെ പോലെ വിജയ് സ്റ്റൈലിൽ സത്യപ്രതിജ്ഞയും അതിനുശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഇതാണ് മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വച്ചത്. പക്ഷേ ഗവർണർ ഇത് തള്ളിക്കളഞ്ഞു. പിന്നീട് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി മുഴുവൻ ക്ഷണിക്കപ്പെട്ട അതിഥികളെയും വേദിയിൽ പ്രവേശിപ്പിക്കാമെന്ന് ഗവർണർ സമ്മതിച്ചു. അങ്ങനെയാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിച്ചത്. സാധാരണ ഗവർണർ വന്നാൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളെ ക്ഷണിക്കും. അത് പൂർത്തിയാക്കിയ ശേഷം ഗവർണർ പൂച്ചെണ്ട് നൽകി ആശംസകൾ അറിയിച്ച് വേദിയിൽ ഇരുത്തുന്നതാണ് രീതി. ഇത്തവണ ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളെയും വേദിയിൽ ഗവർണർക്കൊപ്പം ഇരുത്തി. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. പക്ഷേ പോലീസ് ഒരുക്കിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താറുമാറായി. ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വേദിക്ക് മുന്നിലെ കസേരയിൽ പാർട്ടി പ്രവർത്തകർ ഇരച്ചു കയറി. മന്ത്രിമാരുടെ കുടുംബ അംഗങ്ങൾക്ക് പോലും ഇരിക്കാൻ കസേര കിട്ടിയില്ല. MLA മാർ പലരും നിന്നാണ് സത്യപ്രതിജ്ഞ വീക്ഷിച്ചത്. തീർച്ചയായിട്ടും അവരുടെ അധ്വാനമാണല്ലോ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ ആഹ്ലാദിക്കാനുള്ളൊരു അവകാശമുണ്ട്. അതിപ്പം അതൊരു വലിയൊരു തള്ളലായൊക്കെ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കാത്തേ ഉള്ളൂ മാർഗമുള്ളൂ. നമുക്ക് ഈ സീറ്റ് ഉണ്ടാക്കി തന്ന പ്രവർത്തകരല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിരിക്കാം. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. MLA മാർ പോലും ഈ VIP സ്ഥലത്ത് ഇരിക്കുന്നുണ്ടോ? എല്ലാവരും പുറയിലാണ്. MLA മാർ MP മാർ എല്ലാവരും പുറയിലാണ്. ജനവിളിച്ച് കയറുകയാണ്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഭരണത്തിൽ വന്നതിന്റെ ആവേശം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു. പോലീസിന്റെയും സംഘാടകരുടെയും എല്ലാ നിയന്ത്രണങ്ങളും തട്ടിമാറ്റി വേദിക്ക് മുന്നിലെത്തി മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ സത്യപ്രതിജ്ഞ നേരിൽ കണ്ടു. പ്രവർത്തകരുടെ ആവേശത്തിന് മുന്നിൽ പ്രോട്ടോക്കോളുകൾ പോലും തെറ്റി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.